ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് BSO ബയോളജിയുടെ ടോപ്പിക്കുകളാണ്. നോക്കിയേ, BSOയിൽ നമ്മൾ ബയോളജിയിൽ എന്തൊക്കെ ടോപ്പിക്കുകൾ പഠിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാം. സിലബസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. തുടങ്ങാം. അപ്പോൾ നോക്കി, ഇവിടെ നമ്മൾ പറയുന്ന ലൈഫ് പ്രോസസ്സിനെ പറ്റി. ആദ്യം നമുക്ക് ബയോളജി പഠിക്കാനുള്ളത് എന്താണ്? ലൈഫ് പ്രോസസ് എന്നൊരു ഏരിയയാണ്. അവിടെ എന്തൊക്കെ വരുന്നുണ്ട്? നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പ്രോസസ്സ് നമ്മുടെ ബോഡി നടത്തുന്നു എന്നുള്ളതാണ്. എന്ത് ചെയ്യും? ന്യൂട്രീഷൻ വേണം. അവിടെ റെസ്പിറേഷനെ പറ്റി പഠിക്കുന്നുണ്ട്. നമ്മൾ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ഉണ്ട്. പിന്നെ എന്താണ്? എക്സ്ക്രീഷൻ. മേജറായിട്ട് ഈ ഒരു 4 ഏരിയയാണ് നമ്മൾ എന്ത് ചെയ്യുക ലൈഫ് പ്രോസസ്സ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 2 ടൈപ്പ് ന്യൂട്രീഷൻ പറയുന്നുണ്ട്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും പിന്നെ എന്താണ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനും. മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2 ഏരിയയാണ് ഏതൊക്കെ? ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും പിന്നെ എന്താണ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനും. പിന്നെ എന്താണ് എനർജിക്ക് വേണ്ടിയിട്ടും ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂട്രീഷൻ അല്ലേ, നമ്മുടെ ന്യൂട്രീൻസ് അതിനുവേണ്ടി നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും വളരാനും ലൈഫ് പ്രോസസ്സ് നടത്താൻ വേണ്ടി എന്താവശ്യമാണ്? ന്യൂട്രീൻസ് ആവശ്യമാണ്. 2 ടൈപ്പ് ഉണ്ട്, ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പറയും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന ഏരിയ ആണല്ലോ. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ പഠിപ്പിക്കുമ്പോൾ നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു പ്രോസസ്സാണ് എന്ത്? ഫോട്ടോസിന്തസിസ്. ഗ്രീൻ പ്ലാന്റ്സ് സൺലൈറ്റിൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും വാട്ടറിൻ്റെയും മിനറൽസിൻ്റെ സഹായത്തോടു കൂടി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുവഴി പ്ലാന്റ്സ് വളരാൻ പറ്റും. പിന്നെ അവ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. അതുവഴി അനിമൽസിനൊക്കെ ശ്വസിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പറ്റും. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫുഡിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുവാണ് അല്ലേ. അതിനകത്ത് വരുന്നതാണ് സാപ്രോഫൈറ്റ്സ് ഉണ്ട്, പാരസൈറ്റ് ഉണ്ട്, ഹോളോസോയിക് ഉണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയയാണ് മനുഷ്യൻ്റെ എന്താണ് ന്യൂട്രീഷൻ. മനുഷ്യൻ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് ഫുഡ് അകത്തേക്ക് എടുക്കുകയും ഡൈജസ്റ്റ് ചെയ്യുന്നതും ന്യൂട്രീൻസ് ആക്കി മാറ്റുകയും അത് ബ്ലഡിലേക്ക് അബ്സോർവ് ചെയ്യുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ നമ്മൾ പറയേണ്ട അലിമെൻ്ററി കനാലാണ്. മൗത്തിൽ തുടങ്ങി ഏനസിൽ അവസാനിക്കുന്ന ഒരു ലോങ് ട്യൂബാണ് ഇത് നമ്മുടെ അലിമെൻ്ററി കനാൽ. അതിൽ കൂടി ഫുഡ് ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഡൈജഷൻ സംഭവിക്കും. ന്യൂട്രീൻസിനെ അബ്സോർവ് ചെയ്യും ബ്ലഡിലേക്ക്. അപ്പം ഡൈജഷൻ എങ്ങനെ സംഭവിക്കുന്നു നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെന്താണ്? റെസ്പിറേഷൻ ഒരു പുതിയ സാധനം പറയുന്നുണ്ട്. എന്താണ് റെസ്പിറേഷൻ? നമ്മുടെ ലൈഫ് പ്രോസസ്സിൽ രണ്ടാമത് വരുന്ന ഏരിയയാണ് ഏത്? റെസ്പിറേഷൻ. അവിടെ നമ്മൾ എന്താണ് റെസ്പിറേഷൻ? ഫുഡിനെ ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫുഡിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അവിടെ 2 ടൈപ്പ് ഉണ്ട്. ഓക്സിജൻ ആവശ്യമായിട്ടുള്ള റെസ്പിറേഷൻ ഉണ്ട്, നമ്മൾ എയറോബിക് റെസ്പിറേഷൻ എന്ന് വിളിക്കും. ഓക്സിജൻ വേണ്ടാത്ത റെസ്പിറേഷൻ എന്താ വിളിക്കാം? അനേറോബിക് റെസ്പിറേഷൻ. എയറോബിക് ആൻഡ് അനേറോബിക് റെസ്പിറേഷൻ 2 ടൈപ്പ് നമ്മൾ വ്യത്യാസം. പ്രോസസ്സ് എന്താണ്, അവിടെ എന്താ സംഭവിക്കുന്നതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നുള്ളത് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഇൻ ഹ്യൂമൻസ്. എന്താ ട്രാൻസ്പോർട്ടേഷൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബോഡിയിലെ ന്യൂട്രീൻസിനെ എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹോർമോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോലൈറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ മെറ്റീരിയൽസിനെ ബ്ലഡിൽ കൂടിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ ഈ പറയുന്നുണ്ട്. അതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഏത്? സർക്കുലേറ്ററി സിസ്റ്റം. എന്തൊക്കെ വരും? ഹാർട്ട്, ബ്ലഡ് വെസൽ. ബ്ലഡിനെ പമ്പ് ചെയ്യാൻ വേണ്ടി ഹാർട്ട് ഉണ്ട്, പിന്നെ ബ്ലഡ് ഉണ്ട്. അത് ഒഴുകാൻ വേണ്ടി എന്തുണ്ട്? ബ്ലഡ് വെസൽ ഉണ്ട്. ബ്ലഡ് വെസൽ 3 ടൈപ്പ് ഉണ്ട്: ആർട്ടറി, വെയിൻ, ക്യാപ്പിലറി. ആർട്ടറീസ് ഉണ്ട്, വെയിൻ ഉണ്ട്, ക്യാപ്പിലറീസ് ഉണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് പ്ലാന്റ്സിലേക്കുള്ള. പ്ലാന്റ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ 2 ടിഷ്യൂസാണ് വർക്ക് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സൈലവും പിന്നെ എന്താണ് ഫ്ലോയും. വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി സൈലമുണ്ട്. പ്രിപ്പയർഡ് ഫുഡ് പ്ലാന്റ്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തുണ്ട്? ഫ്ലോയും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ സൈലവും ഫ്ലോയുമാണ് ഇവിടെ പറയുന്നത് പ്ലാന്റ്സിൻ്റെ ട്രാൻസ്പോർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നോക്കി, അടുത്താണ് എക്സ്ക്രീഷൻ. ഹ്യൂമൻ ബീയിങ്സിൻ്റെ എക്സ്ക്രീഷൻ എന്താണ്? നമ്മുടെ നൈട്രോജനസ് വേസ്റ്റ്, റിമൂവൽ ഓഫ് നൈട്രോജനസ് വേസ്റ്റ്. നമ്മുടെ ബോഡിയിൽ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റുകളെ, യൂറിയ, അമോണിയ അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ ബോഡിയിൽ നിന്ന് പുറന്തള്ളുന്ന പ്രോസസ്സാണ് എന്ത് വിളിക്കുക? എക്സ്ക്രീഷൻ എന്ന് വിളിക്കുന്നത്. അവിടെ നമുക്കറിയാം നമ്മൾ വർക്ക് ചെയ്യുന്നത് ആരൊക്കെയാണ്? പെയർ ഓഫ് കിഡ്നി ഉണ്ട്, 2 കിഡ്നി കാണാം. കിഡ്നി എന്ന് വരുന്ന ട്യൂബ് എന്താണ്? യുറീറ്റർ. പിന്നെ ഒരു ബാഗ് ഉണ്ട്, എന്താണ്? യൂറിനറി ബ്ലാഡർ. അതിൻ്റെ ഓപ്പണിംഗ് എന്താണ്? യുറീത്ര. ഇതിനെപ്പറ്റി ഈ സ്ട്രക്ചറും അതിൻ്റെ ലൊക്കേഷനും അതിൻ്റെ അനാട്ടമിയും അതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ നെഫ്രോൺ എന്ന് പറയുന്ന കിഡ്നിയുടെ ഒരു ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഉണ്ട്. അവിടെയാണ് എന്ത് നടക്കുന്നത്? ഫിൽട്രേഷൻ, റീഅബ്സോർഷൻ, യൂറിൻ ഫോർമേഷൻ. എന്തൊക്കെയാണ്? നമ്മുടെ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നു, ന്യൂട്രീൻസിനെ വീണ്ടും തിരിച്ചെടുക്കുന്നു, റീഅബ്സോർബ് ചെയ്യുന്നു. പിന്നെ യൂറിൻ ഫോർമേഷൻ നടക്കുന്നതൊക്കെ എവിടെയാണ്? നെഫ്രോണിലാണ്. നെഫ്രോൺ എന്താണ്? കിഡ്നിയുടെ ബേസിക് യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിനെപ്പറ്റി എങ്ങനെയാണ് ഈ സ്റ്റെപ്പുകളൊക്കെ നടക്കുന്നതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ക്വസ്റ്റ്യൻസ് നോക്കി ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് 2-3 ക്വസ്റ്റ്യൻ നോക്കിയാൽ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ അല്ലേ. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്ന ഫോട്ടോസിസ് നടത്താൻ കഴിവുള്ള ജീവികളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഓട്ടോട്രോഫിക് അല്ലേ. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മൾ എന്താ വിളിക്കുന്നത്? ഹെറ്ററോട്രോഫിക്. ന്യൂട്രീഷന് വേണ്ടി, ഫുഡിന് വേണ്ടി മറ്റുള്ള ജീവികളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ വിളിക്കുന്നത്? ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് വിളിക്കും. അടുത്ത ദിവസം ഡിസ്കസ് മേജർ ഫങ്ഷൻസ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം. നമ്മൾ പറഞ്ഞല്ലേ സൈലം എന്താ ചെയ്യുന്നത്? സൈലം ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആണ് ഇൻ പ്ലാന്റ്സ്. ഫ്ലോയം എന്താ ചെയ്യുന്നത്? ലീഫിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഫുഡ് മെറ്റീരിയലിൻ്റെ ബാക്കി എല്ലാ ഭാഗത്തേക്കും പ്ലാന്റ്സിൻ്റെ എല്ലാ ഓൾ പാർട്സ് ഓഫ് ദി പ്ലാന്റ് ബോഡിയിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നവരാണ് ഫ്ലോയമാണ് അല്ലേ. അടുത്ത വാട്ട് ആർ ദ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ഓഫ് പ്ലാന്റ്. ഏതൊക്കെയായിരുന്നു പ്ലാന്റ്സിൻ്റെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്? നമ്മൾ പറഞ്ഞു ഓക്സിജൻ അവർ പുറത്തേക്ക് വിടുന്നുണ്ട്. പിന്നെ എന്താണ്? വാക്സസ് ഉണ്ട്, പിന്നെ റെസിൻസ് ഉണ്ട്,
അല്ലേ. പിന്നെ വാട്ടർ ഉണ്ട്, എക്സസ് വാട്ടർ, ഇതൊക്കെ ബോഡി എന്താണ് പ്ലാന്റ്സ് പുറത്തേക്ക് വിടുന്ന എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, രണ്ടാമത് നമ്മൾ പറയുന്ന ഒരു ഏരിയ ആണ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. എന്താണ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ? അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ എൻവയോൺമെൻറ്റിൽ നടക്കുന്ന സ്റ്റിമുലസോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ്. അതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അവിടെ നമ്മളെ സഹായിക്കുന്നത് എന്താണ്, നെർവസ് സിസ്റ്റം ആൻഡ് ഹോർമോൺസ്. എന്തൊക്കെയുണ്ട്, അനിമൽസിലാണ് എന്തൊക്കെയുണ്ട്, നെർവസ് സിസ്റ്റവും പിന്നെ എന്താണ് ഹോർമോൺസുമാണ് നമ്മുടെ ബോഡിയുടെ ഈ സ്റ്റിമുലസിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയെ സഹായിക്കുന്നത്. അവിടെ മെയിനായിട്ട് നമ്മുടെ ഹോർമോൺസ് പ്ലാന്റ്സിൽ വരുമ്പോഴത്തേക്കും ഹോർമോൺസ് മാത്രമേ ഉള്ളൂ. അനിമൽസിനാണെങ്കിൽ എന്തൊക്കെയുണ്ട്, നെർവസ് സിസ്റ്റവും ഹോർമോൺസും ഉണ്ടെങ്കിൽ പ്ലാന്റ്സിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഹോർമോൺസ് മാത്രമേ ഉള്ളൂ. പ്ലാന്റ്സിന് അവരുടെ മൂവ്മെൻറ്റ്സിനും അവരുടെ സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. നെർവസ് സിസ്റ്റം അനിമൽസ് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നൊരു സാധനമുണ്ട്. എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റം? ബ്രെയിനും ഈ സ്പൈനൽ കോഡും വരുന്നത് അല്ലേ. ഈ റെഡിൽ കാണിച്ചിരിക്കുന്നുണ്ട് ബ്രെയിനും പിന്നെന്താണ് സെൻട്രിൽ കൂടെ പോകുന്ന ഈ നെർവസ് സ്പൈനൽ കോഡ് ചേരുന്നതാണ് ഏത്, സെൻട്രൽ നെർവസ് സിസ്റ്റം. പിന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പിന്നെന്താണ് റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതാണെന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെന്താണ് നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ആണ് ഏത്, ന്യൂറോൺ എന്ന് പറയുന്ന സെല്ല്. ഇതാണ് ന്യൂറോൺ എന്ന് പറയുന്ന സെല്ല്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. ന്യൂറോൺസ് ഇല്ലേ. ഇതിനകത്ത് പറയുന്ന ഡെൻഡ്രൈറ്റ്സ്, പിന്നെന്താണ് സെൽ ബോഡി, പിന്നെ ലോങ് ആയിട്ട് ആക്സോൺ കാണാൻ പറ്റും. പിന്നെന്താണ് സിനാപ്സ്, സിനാപ്റ്റിക് നോബ് പോലെ ഇങ്ങനെ ഈ ചെറിയ സ്മോൾ എൻഡിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെപ്പറ്റി ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ സെല്ലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്ന ഫംഗ്ഷൻസ് എന്താണ്, ഓരോ ഏരിയയുടെയും ഓരോ റീജിയൻ്റെയും ഫംഗ്ഷൻസ് എങ്ങനെയാണ്, ഇതിനകത്തൂടെ ഇമ്പൾസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നുള്ളത് കോർഡിനേഷൻ ഇൻ പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ പ്ലാന്റ്സിനുണ്ട് ഈ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ അല്ലേ. അവർക്ക് ഇമ്മീഡിയറ്റ് മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഗ്രോത്ത് റിലേറ്റഡ് എന്താണ് മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട്. ഇമ്മീഡിയറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ടച്ച് മീ നോട്ട് പ്ലാന്റ് ഒക്കെ ഉള്ളത്, തൊടുമ്പോൾ തന്നെ ഇത് അണഞ്ഞു പോകുന്ന ആ പ്ലാന്റിൽ അടയുന്ന പ്ലാന്റ്, അതൊരു റെസ്പോണ്ടാണ് അല്ലേ. അപ്പോൾ അതിന് അവരെ സഹായിക്കുന്ന ടർഗർ പ്രഷർ എന്നൊരു പ്രോപ്പർട്ടിയാണ്. ടച്ച് മീ നോട്ട് പ്ലാന്റ് പെട്ടെന്ന് നമ്മൾ തൊടുമ്പോഴത്തേക്ക് അടയുന്ന ആ ടർഗർ പ്രഷർ എന്നൊരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു, ട്രോഫിക് മൂവ്മെന്റ്സ് കാണിക്കുന്നുണ്ട് അല്ലേ. പല ടൈപ്പ് ഓഫ് ട്രോഫിക് മൂവ്മെന്റ്സ് ഉണ്ട് പല സ്റ്റിമുലസ് അനുസരിച്ച്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ പ്ലാന്റ് ഹോർമോൺസിനെ പറ്റി പറയണം. പ്ലാന്റ്സിൻ്റെ ഹോർമോൺസ് ഏതൊക്കെയാണ്, ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈനിൻ, അബ്സസിക് ആസിഡ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഹോർമോൺസ് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ഹോർമോണൽ കൺട്രോൾ ഇൻ അനിമൽസിലേക്ക് വരുമ്പോഴത്തേക്ക് അനിമൽസിൻ്റെ ഹോർമോണൽ കൺട്രോൾ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണല്ലേ. പല ബോഡിയുടെ പല ഭാഗത്തായിട്ട് പല ഗ്ലാൻഡുകൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡുകളാണ് ഈ ഹോർമോൺസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡുകൾ ഏതൊക്കെയാണ്, അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഉദാഹരണം അഡ്രിനാലിൻ, തൈറോക്സിൻ, ഗ്രോത്ത് ഹോർമോൺ, ഇൻസുലിൻ എന്നുള്ള കുറച്ച് എക്സാമ്പിളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കിയാൽ, വാട്ട് ആർ ദ കോമ്പോണൻസ് ഓഫ് CNS? എന്താ CNS? സെൻട്രൽ നെർവസ് സിസ്റ്റം. ഏതായിരുന്നു? ബ്രെയിനും സ്പൈനൽ കോഡും. പിന്നെ വാട്ട് ഈസ് ആക്സോൺ? എന്തായിരുന്നു ആക്സോൺ? നമ്മൾ കണ്ടില്ലേ, ന്യൂറോൺ എന്ന് പറയുന്ന ആ സെല്ലിൻ്റെ ലോങ് ആയിട്ട് കാണപ്പെടുന്ന ആ ഒരു സ്ട്രക്ചറാണ് ഇത് ആക്സോൺ. അതിൽ കൂടിയാണ് ഇമ്പൾസ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. റിഫ്ലെക്സ് ആക്ഷൻ ഈസ് പ്രോസസ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദിസ് നെർവസ് സിസ്റ്റത്തിൻ്റെ എവിടെയാണ് റിഫ്ലെക്സ് ആക്ഷൻ പ്രോസസ്സ് ചെയ്യുന്നത്? ബ്രെയിനിലാണോ? അല്ല, എവിടെയാണ്? സ്പൈനൽ കോഡിലാണ് അല്ലേ. ബ്രെയിനിൽ പോവാതെ സ്പൈനൽ കോഡിൽ വെച്ച് പ്രോസസ്സ് ചെയ്യുന്ന ഒരു സിഗ്നലാണ് ഇത് നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻ്റെ സിഗ്നൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പറയും. മൂന്നാമത് നമ്മൾ പറയുന്ന ഏരിയ ആണ് ഇത്, ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ്? എല്ലാ ജീവികളും അവരുടെ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അവരുടെ തലമുറ, അവരുടെ ഇൻഹെറിറ്റൻസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാ ജീവികളും, ഈവൻ മൈക്രോബ്സ് പോലും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എന്താ വിളിക്കുക, ഒറ്റ വാക്കിൽ റീപ്രൊഡക്ഷൻ എന്നാണ് വിളിക്കുക. അതെങ്ങനെയാണ് എല്ലാ ജീവികൾക്കും സംഭവിക്കുന്നത്? അവിടെ സ്പീഷീസിൻ്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെന്താണ്, ജനറ്റിക് മെറ്റീരിയൽ ഓഫ്സ്പ്രിങ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, വേരിയേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങളിൽ സർവൈവൽ ഇൻ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് മാറുന്നതനുസരിച്ച് സർവൈവ് ചെയ്യണമെങ്കിൽ കാലകാലങ്ങളായി എന്ത് ചെയ്യണം, വേരിയേഷൻസോടുകൂടി എവല്യൂഷൻ സംഭവിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊരു പ്രോസസ്സാണ്, റീപ്രൊഡക്ഷൻ ഒരു പ്രോസസ്സായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അവിടെ പഠിക്കേണ്ട രണ്ട് ഏരിയയാണ് എസെക്ഷോ റീപ്രൊഡക്ഷൻ. എന്താണ് എസെക്ഷോ റീപ്രൊഡക്ഷനും സെക്ഷോ റീപ്രൊഡക്ഷനുമാണ് പഠിക്കാനുള്ളത്. അല്ല, ആദ്യം പറയുന്നത് എസെക്ഷോ റീപ്രൊഡക്ഷനാണ്. അവിടെ നമുക്കറിയാം സിംഗിൾ പാരൻറ്റ് മാത്രമുള്ള റീപ്രൊഡക്ഷനാണ് എസെക്ഷോ റീപ്രൊഡക്ഷൻ. അവിടെ വരുന്ന മെത്തേഡാണ് ഫിഷൻ, ബഡ്ഡിങ്, ഫ്രാഗ്മെൻറ്റേഷൻ, റീജനറേഷൻ. ഇതൊക്കെയാണ് ഫിഷൻ. ഒരു സെല്ല് രണ്ടായിട്ട് മാറുന്നതാണെന്ന് വിളിക്കുക ഫിഷൻ എന്ന് വിളിക്കുന്നത്. ബഡ്ഡിങ് ഉണ്ട്. എന്താണ് ബഡ്ഡിങ്?
ബഡ് അറൈസ് ചെയ്തിട്ട് ഈസ്റ്റ് പോലെയുള്ള ഫംഗസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് ബഡ് അറൈസ് ചെയ്ത് പുതിയ ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകുന്നത്. പിന്നെ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ബോഡി പല പാർട്സായിട്ട് മുറിഞ്ഞിട്ട് ആ ഓരോ പാർട്സിൽ നിന്നും പുതിയ ഓർഗാനിസം ഫോം ചെയ്യുന്നത്. അല്ല റീജനറേഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയെ പല പീസായിട്ട് നമ്മൾ മുറിച്ചാലും ഓരോ പീസിൽ നിന്നും പുതിയ ബോഡി പാർട്സ് റീജനറേറ്റ് ചെയ്ത് വന്ന് പുതിയ ഓർഗാനിസമായിട്ട് മാറുന്ന പ്രോസസ്സാണ് ഇത് റീജനറേഷൻ. അപ്പോൾ ഇതിനൊക്കെ എക്സാമ്പിൾ ഏതൊക്കെ ജീവികളാണെന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അടുത്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ മിനിമം രണ്ട് പേരൻ്റ് ആണ്. എത്ര വേണ്ടത്? 2 പേരൻ്റ് ആണ് വേണ്ടത്. അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അതാണ് ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അവിടെ എന്താണ് ഇൻഡിവിജ്വൽസിന് വേരിയേഷൻസ് ഉണ്ടാകും. ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സിന് എന്തുണ്ടാവും? പേരൻസിൽ നിന്നും വേരിയേഷൻസ് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണത്. അടുത്തൊരു ഏരിയയാണ് ഹെറിഡിറ്റി. എന്താണ് ഹെറിഡിറ്റി? നമ്മൾ 4ാമത് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10ാം ക്ലാസ്സിലെ ഒരു ഏരിയയാണ് ഇത് ഹെറിഡിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ. ഇവിടെ എന്താണ് ട്രാൻസ്മിഷൻ ഓഫ് ട്രേറ്റ്സ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ. ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് ട്രേറ്റ് നമ്മുടെ ക്യാരക്ടേഴ്സ് പേരൻസിൽ നിന്നും ഓഫ്സ്പ്രിങ്സിലേക്ക് ജനറേഷൻ ടു ജനറേഷൻ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്ന് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഇത്. ഒരു സയൻസിൻ്റെ ഏരിയയാണ് ഇത്. ബയോളജിയുടെ ഏരിയയാണ് ഹെറിഡിറ്റി എന്ന് പറയുന്ന ഏരിയ. ഇവിടെ നമ്മൾ പറയുന്നതാണ് മെൻഡൽസിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് പഠിക്കണം. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ട ഒരു പേരാണ് ജനറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു പേരാണ് ഗ്രിഗർ മെൻഡൽ. എന്താണ് ഗ്രിഗർ മെൻഡൽ എന്നൊരു പേര് പഠിക്കണം. ഫാദർ ഓഫ് ജനറ്റിക്സ് എന്നറിയപ്പെടുന്ന ആളാണ് മെൻഡൽ. നമ്മുടെ പീ പ്ലാന്റിൽ പൈസം സറ്റൈവ് എന്ന് പറയുന്ന പീ പ്ലാന്റിൽ ചെയ്ത കുറച്ച് എക്സ്പെരിമെൻറ്റുകളാണ് നമ്മുടെ ജനറ്റിക്സിലേക്ക് വഴിതെളിച്ച ഒരു എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിൽ പുള്ളി എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ തിയറീസാണ് പുള്ളി കണ്ടുപിടിച്ചത് എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് പിന്നീട് വരുന്ന ഒരു ഏരിയയാണ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ഏരിയയാണ് ജീൻസ്, പ്രോട്ടീൻസ്, ക്രോമസോം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? എന്താണ് സെല്ലിനകത്ത് ന്യൂക്ലിയസിൽ എന്താണ് ക്രോമസോമിനകത്ത് നമുക്ക് DNA കാണാൻ പറ്റും. DNA പാർട്ടാണ് എന്ത്? ജീൻ എന്ന് പറയുന്നത്. ആ ജീൻ എന്ത് ചെയ്യുന്നുണ്ട്? പല പ്രോട്ടീൻസിനെയും കോഡ് ചെയ്യുന്നുണ്ട്. ആ പ്രോട്ടീൻസാണ് നമ്മുടെ ക്യാരക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത 10ാം ക്ലാസ്സിലെ ഒരു ഏരിയയാണ് നമ്മുടെ എക്കോസിസ്റ്റം. എന്താണ് എക്കോസിസ്റ്റം? നോക്കിയാൽ എക്കോസിസ്റ്റം അല്ലെങ്കിൽ അവർ എൻവയോൺമെൻറ്റ്. നോക്കിയാൽ ഇവിടെ നമ്മൾ ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് ദ സറൗണ്ടിങ് ആണ്. ഒരു ജീവിയും അതിൻ്റെ ചുറ്റുപാടും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അവിടുത്തെ കമ്പോണൻസ് ഏതൊക്കെയാണ്? ബയോട്ടിക് കമ്പോണൻസ് ഉണ്ട്, എബയോട്ടിക് കമ്പോണൻസ് ഉണ്ട്. എക്കോസിസ്റ്റത്തിൽ 2 കമ്പോണൻസ് ആണ്. ബയോട്ടിക് കമ്പോണൻസ് വരുന്നത് ഏതാണ്? പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോസ് പോലുള്ള ജീവനുള്ളവരാണ് അവിടെ വരുന്നത് ബയോട്ടിക്കിൽ. അബയോട്ടിക് വരുന്നത് എന്താണ്? സോയിൽ, വാട്ടർ, എയർ, സൺലൈറ്റ് ഒക്കെ വരും. പിന്നെ ഉള്ളത് നമ്മുടെ ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം. ടൈപ്പ് ഏതൊക്കെയാണ്? നാച്ചുറൽ എക്കോസിസ്റ്റം ഉണ്ട്, പിന്നെ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം ഉണ്ട്. ഫോറസ്റ്റ്, ലേക്സ് ഒക്കെ എന്താണ് നാച്ചുറലി ഒക്കർ ചെയ്യുന്ന എക്കോസിസ്റ്റം ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം വരുന്ന ആരാണ്? ഗാർഡൻസ്, അക്വേറിയംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ഏരിയകളാണ്. അടുത്ത എക്കോസിസ്റ്റത്തിൽ കാണുന്ന വേറൊരു കമ്പോണൻസ് ആണ് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. ഇവരില്ലെങ്കിൽ എക്കോസിസ്റ്റം ഇല്ല. ആരൊക്കെയാണ്? പ്രൊഡ്യൂസർ, കൺസ്യൂമർ, ഡീകമ്പോസേഴ്സ്. ഇവർ എന്തൊക്കെ റോളാണ് നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ നോക്കിയാൽ ഫുഡ് ചെയിൻ എന്നൊരു സാധനം കൂടെ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ജീവിയും മറ്റൊരു ജീവിയെ ആഹാരമാക്കുന്നത് വഴി എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. എന്താണ്? ഒരു ജീവി ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പുല്ല് കഴിക്കുന്ന പുൽച്ചാടിയുണ്ട്, പുൽച്ചാടിയെ കഴിക്കുന്ന ആരുണ്ട്? ഫ്രോഗ് ഉണ്ട്, ഫ്രോഗിനെ കഴിക്കുന്ന സ്നേക്സ് ഉണ്ട്, സ്നേക്സിനെ കഴിക്കുന്ന ഈഗിളുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ലെവൽ കഴിയുമ്പോഴും എന്താണ്? ഒരു എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് ത്രൂ ഫുഡ്. അപ്പോൾ അത് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഇതിൽ ഓരോ ലെവലിലും നമ്മൾ വിളിക്കുന്ന പുതിയ ടേമാണ് ട്രോഫിക് ലെവൽ. നിങ്ങൾ പഠിക്കുന്ന പുതിയ ടേമാണ് ഇത് ട്രോഫിക് ലെവൽ. നിങ്ങളിവിടെ പഠിക്കും. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിലായിട്ട് പറയുമ്പോൾ പറയാം. ഫുഡ് ചെയിൻ കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്ന ഏരിയയാണ് ഫുഡ് വെബ്. എന്താണ് ഫുഡ് വെബ്? എങ്ങനെയാണ്? ഇൻ്റർലിങ്കിങ് ഫുഡ് ചെയിൻ ആണ്. പല ഫുഡ് ചെയിനുകളെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നതാണ് ഇത് ഫുഡ് വെബ് എന്ന് പറയുന്ന ഐറ്റം. അപ്പോൾ അത് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നുള്ളത് ഹ്യൂമൻ ഇമ്പാക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്. മനുഷ്യൻ്റെ ഇടപെടൽ മൂലം ഈ എൻവയോൺമെൻറ്റ് എന്ത് സംഭവിച്ചു നോക്കി. എന്തൊക്കെയാണ്? ഓവർ യൂസ് ഉണ്ട്. നമ്മൾ റിസോഴ്സ് നമുക്ക് ഓവർ യൂസ് ചെയ്ത് തീർത്ത് കളയും. പിന്നെ നമുക്ക് അടുത്ത തലമുറയിലേക്ക് നെക്സ്റ്റ് ജനറേഷൻ അത് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, അങ്ങനെ എണ്ണിയാൽ തീരാത്ത പൊല്യൂഷൻസ് നമ്മൾ നടത്തുന്നുണ്ട്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അതുവഴി നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മുടെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടു പോകുന്നു. നീഡ് ഓർ സസ്റ്റെയിൻ. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ സസ്റ്റെയിനബിൾ പ്രാക്ടീസ് ആവശ്യം. അടുത്ത നെക്സ്റ്റ് ജനറേഷനും കൂടി നമ്മൾ സേവ് ചെയ്തുകൊണ്ടുള്ള റിസോഴ്സസിൻ്റെ ഉപയോഗം മാത്രമേ നമുക്ക് പാടുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് ജനറ്റിക്സ് ഫോർ ലൈഫ്. എന്താണ് ജനറ്റിക്സ് ഫോർ ലൈഫ് എന്നൊരു ഏരിയ? നമ്മൾ ജനറ്റിക്സ് ഹെറിഡിറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞ നേരത്തെ. അതുകൂടാതെ അതിനോട് ചേർന്ന് വരുന്ന ഏരിയയാണ് ജനറ്റിക്സ് ഫോർ ലൈഫ് എന്നൊരു ഏരിയ. ഇവിടെ നമ്മൾ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ ആണ് പറയുന്നത്. എന്താണ് സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ? നോക്കി ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കി. ഇവിടെ നമ്മൾ പറയുന്ന ഒരു ഏരിയയാണ് DNA. എന്താണ് DNA? നമ്മുടെ ഞാൻ പറഞ്ഞു ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്ന എവിടെയാണ്? നമ്മുടെ പേരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിലേക്ക് ക്യാരക്ടർ കൊണ്ടുപോകുന്ന ജീൻ ആണെങ്കിലും ജീൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? DNA യിലാണ്. DNA യുടെ പാർട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
ജീൻ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഡി എൻ എയുടെ ലൊക്കേഷൻ എവിടെയാണ്, ഡി എൻ എയുടെ സ്ട്രക്ചർ പഠിക്കണം, ഡി എൻ എയുടെ കമ്പോണൻസ് പഠിക്കണം. ഇവിടെ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഡി എൻ എയുടെ ലൊക്കേഷൻ, ഡി എൻ എയുടെ സ്ട്രക്ചർ പഠിക്കണം, അത് കണ്ടുപിടിച്ച് ആരാന്ന് പറയും നമ്മൾ, പിന്നെന്താണ് അതിൻ്റെ കമ്പോണൻസ്, എന്തൊക്കെ ചേർന്നിട്ടാണ് ഡി എൻ എ ഉണ്ടാക്കിയിരിക്കുന്നത് പറയുന്നുണ്ട്. പിന്നെ ഉള്ളൊരു മേജർ ഏരിയ സെൻട്രൽ ഡോഗ്മ എന്നൊരു ടോപ്പിക് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയും. എന്താണ് സെൻട്രൽ ഡോഗ്മ? എന്താ നോക്കിയേ, ഡി എൻ എയിൽ നിന്നും ആർ എൻ എ ഫോം ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്, പിന്നെ ആറിൽ നിന്ന് പ്രോട്ടീൻ ഫോം ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ഇതൊക്കെയാണ് ഡി എൻ എയിൽ നിന്ന് ആർ എൻ എ ഉണ്ടാകുന്ന ട്രാൻസ്ക്രിപ്ഷൻ, അതിനുശേഷം ആർ എൻ എ പ്രോട്ടീൻ ഉണ്ടാകുന്ന ട്രാൻസ്ലേഷൻ, ഈ രണ്ട് പ്രോസസ്സ്. അതിന് സെൻട്രൽ ഡോഗ്മ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണിത് കേട്ടോ. അടുത്താണ് നമ്മൾ പറയുന്നത് ജീൻസ് ആൻഡ് ക്രോമസോംസ്. എന്താണ് ജീൻസ് എന്ന് പറയുന്നത്? ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഡി എൻ എ. ഡി എൻ എയുടെ ഫങ്ഷണൽ യൂണിറ്റ് ആണ് ഇത് നമ്മൾ ജീൻ എന്ന് വിളിക്കുന്നത്. അതിൽ നമുക്ക് ക്രോമസോംസ് എവിടെ ഇരിക്കുന്ന ഡി എൻ എ ആണെങ്കിലും ക്രോമസോംസിലാണ്. ക്രോമസോം എന്ന് പറയുമ്പോൾ എന്താ, ഡി എൻ എ പ്ലസ് പ്രോട്ടീൻസ് അല്ല. ക്രോമസോമിൽ എന്തൊക്കെയുണ്ട്? ഡി എൻ എയും പ്രോട്ടീൻസും ചേരുന്ന, പ്രോട്ടീൻസ് ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീനോട് ചേരുന്നതാണ് ഏത്, നമ്മുടെ ക്രോമസോം. ഹ്യൂമൻ ബീങ്സിൽ എത്ര ക്രോമസോംസ് ഉണ്ട്? 23 പേർ അല്ലെങ്കിൽ 46 ക്രോമസോംസ് ആണ് നമ്മൾ ഹ്യൂമൻ ബീങ്സിൽ പറയുന്നത്. രണ്ട് ടൈപ്പാണ് തിരിച്ചിരിക്കുന്നത്, ഓട്ടോസോംസും സെക്സ് ക്രോമസോംസ്. അപ്പോൾ എന്താണ് ഓട്ടോസോംസ്, എന്താണ് സെക്സ് ക്രോമസോംസ്? ടോട്ടൽ 23 പേർ ക്രോമസോംസ് ഉള്ളതിൽ രണ്ട് ടൈപ്പായിട്ടാണ് നമ്മൾ അതിനെ തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഓട്ടോസോംസും പിന്നെ എന്താണ് സെക്സ് ക്രോമസോംസും. എന്തിൻ്റെ ബേസിലാണ് അത് അങ്ങനെ ചെയ്തിരിക്കുന്നതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്ന അടുത്ത ഏരിയയാണ് ജനറ്റിക് ഡിസോർഡേഴ്സ്. എന്താണ് ടൈപ്പ് ഓഫ് ജനറ്റിക് ഡിസോർഡർ? ജനിതകപരമായി നമുക്ക് സംഭവിക്കുന്ന ചില അസുഖങ്ങളെ പറ്റിയാണ് പറയുന്നത്. നോക്കിയാൽ ഒന്ന്, രണ്ട് സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ, ഒരു സിംഗിൾ ജീനിലുണ്ടാകുന്ന മ്യൂട്ടേഷൻ വഴി ഉണ്ടാകുന്ന ഡിസോർഡർ ഉണ്ട്. പിന്നെ ഒരു ക്രോമസോം മൊത്തത്തിലുണ്ടാകുന്ന നമ്പറിലുണ്ടാകുന്ന ക്രോമസോം നമ്പറിലുണ്ടാകുന്ന വ്യത്യാസം. നമ്മൾ 23 പേർ എന്നുള്ളത് മാറിപ്പോകുമ്പോൾ 46 എന്നുള്ള നമ്പർ മാറി 47 ആയാലും എന്താണ് പ്രശ്നം, 45 ആയാലും എന്താണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ക്രോമസോമൽ ഡിസോർഡർ, ആ ക്രോമസോമിൻ്റെ നമ്പറിലുണ്ടാകുന്ന പ്രശ്നം മൂലമുണ്ടാകുന്ന ഡിസീസ്. അതിനത് പറയുന്നുള്ള ഏതൊക്കെയാണ്? ഡൗൺ സിൻഡ്രോം, ടർണർ സിൻഡ്രോം, ക്ലിൻഫെൽറ്റർ സിൻഡ്രോം ഒക്കെ നമ്മളിവിടെ പറയുന്നതാണ് ക്രോമസോമൽ നമ്പറിലുണ്ടാകുന്ന വേരിയേഷൻ മൂലം ഉണ്ടാകുന്ന ഡിസോർഡറാണ്. സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ വഴി പറയുന്നത് തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ, സിസ്റ്റിക് ഫൈബ്രോസിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അടുത്തൊരു ഏരിയയാണ് എവല്യൂഷൻ. എന്താണ് എവല്യൂഷൻ? ഒരു ഏരിയ നമ്മൾ പഠിക്കണം. എന്താണ് ജനറ്റിക്സ് കഴിഞ്ഞാൽ പോലെ നേരെ നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയയാണ് എന്ത്, എവല്യൂഷൻ. ജനറ്റിക്സും എവല്യൂഷനും ഭയങ്കര ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് ഏരിയയാണ്. അപ്പം നോക്കി, എവല്യൂഷൻ എന്ന് പറയുന്നത് എവല്യൂഷൻ ഗ്രാജുവൽ ജനറ്റിക് ചേഞ്ച് ഇൻ പോപ്പുലേഷൻ ആണ്. എന്താണ് ഗ്രാജുവൽ ജനറ്റിക് ചേഞ്ച് ഇൻ പോപ്പുലേഷൻ ഓവർ ജനറേഷൻ. ഓരോ ജനറേഷൻ കഴിയുമ്പോൾ ഒരു പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന പതുക്കെ ഉണ്ടാകുന്ന ജനറ്റിക് മാറ്റങ്ങൾ, ജനറ്റിക് ചേഞ്ചസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? എവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. നോക്കി, അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയയാണ് എവിഡൻസസ് ഓഫ് എവല്യൂഷൻ. എന്താണ് എവിഡൻസ്? എന്തൊക്കെയാണ്? ഒന്ന് ഫോസിൽ റെക്കോർഡ്സ് ആണ്. അവിടെ പഠിക്കേണ്ട ഒരു ജീവിയാണ് ഏത്, നമ്മൾ ഈ കാണുന്ന ജീവി. എന്താ പേര്? ആർക്കിയോപ്റ്റെറിക്സ് എന്നൊരു ഫോസിലുണ്ട്. എന്താണ് ഇറ്റ് ഇസ് കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ് ആണ്. റെപ്റ്റൈൽസിനെയും ബേർഡ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയ ആർക്കിയോപ്റ്റെറിക്സ് എന്നൊരു ഫോസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ജീവികളുടെ. അപ്പോൾ അത് നമ്മൾ പഠിക്കുന്നുണ്ട് ഫോസിൽ റെക്കോർഡിൽ. എന്താണ് എവിഡൻസസ് ഓഫ് എവല്യൂഷൻ എന്നാണ് പറയുന്നത്. എവിഡൻസസ് ഓഫ് എവല്യൂഷൻ. പിന്നെ പറയുന്നത് എവിഡൻസസ് ഓഫ് എവല്യൂഷനിൽ പറയുന്നതാണ് ഹോമോലോഗസ് ഓർഗൻസും എന്താണ് അനലോഗസ് ഓർഗൻസും. എന്താണ് സെയിം ഒറിജിൻ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ, ഒരേ ഒറിജിനും ഡിഫറെൻറ്റ് ഫംഗ്ഷനും കാണിക്കുന്ന ഹോമോലോഗസ് ഓർഗൻസ്. അനലോഗസ് ഓർഗൻസ് പറയുമ്പോൾ എന്താണ് സിമിലർ ഫംഗ്ഷൻ ഡിഫറെൻറ്റ് ഒറിജിൻ. സിമിലർ ഫംഗ്ഷൻ കാണിക്കുന്നു, പക്ഷേ എന്താണ് ഡിഫറെൻറ്റ് ഒറിജിൻ ആയിരിക്കും. ഓക്കെ, അടുത്ത എവിഡൻസസ് ഓഫ് എവല്യൂഷനിൽ പറയുന്നതാണ് എംബ്രിയോളജിക്കൽ എവിഡൻസ്. എന്താണ് എംബ്രിയോളജിക്കൽ അല്ലെങ്കിൽ മോളിക്കുലർ എവിഡൻസ്. ഇവിടെ നമ്മൾ എന്താണ് എംബ്രിയോളജി അല്ലെങ്കിൽ മോളിക്കുലർ എവിഡൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അടുത്താണ് മെക്കാനിസം ഓഫ് ഡ്രൈവിംഗ് എവല്യൂഷൻ. എന്തൊക്കെ മെക്കാനിസമാണ് എവല്യൂഷനെ മുന്നോട്ട് നയിക്കുന്ന മെക്കാനിസംസ് ഏതൊക്കെയാണ്? ഒന്ന് മ്യൂട്ടേഷൻ, ഓഫ് കോഴ്സ് എന്തുണ്ടായിരിക്കും? മ്യൂട്ടേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ജനറ്റിക് റീകോമ്പിനേഷൻ ഉണ്ടായിരിക്കും, നാച്ചുറൽ സെലക്ഷൻ ഉണ്ടായിരിക്കും, ജനറ്റിക് ഡ്രിഫ്റ്റ് ഉണ്ട്, ജീൻ ഫ്ലോ ഉണ്ട്. ഈ 5 ഏരിയ ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഓരോന്നിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അടുത്ത പാറ്റേൺസ് ഓഫ് എവല്യൂഷൻ. എവല്യൂഷൻ്റെ പാറ്റേൺസ്: ഡൈവേർജൻ്റ് എവല്യൂഷൻ, കൺവേർജൻ്റ് എവല്യൂഷൻ, പാരലൽ എവല്യൂഷൻ. പേര് മാത്രം പഠിച്ചു വെച്ചേക്ക്. ഡൈവേർജൻ്റ് എവല്യൂഷൻ, കൺവേർജൻ്റ് ആൻഡ് പാരലൽ എവല്യൂഷൻ എന്ന് പറയുന്ന 3 പാറ്റേൺസ് ഓഫ് എവല്യൂഷൻ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ ഹ്യൂമൻ എവല്യൂഷനെ പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്നും ഏഷ്യൻ യൂറോപ്പിലേക്ക് സ്പ്രെഡ് ആയി കിടക്കുന്ന ഹ്യൂമൻ എവല്യൂഷൻ്റെ ഒരു വലിയ സ്റ്റോറി നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓക്കെ, ഏറ്റവും അവസാനം നമ്മൾ പറയുന്ന ഒരു ഏരിയ ആണെന്നറിയാമോ? ബിഹൈൻഡ് സെൻസേഷൻസ് ഒരു ചാപ്റ്ററാണ്. എന്താണ് നമ്മുടെ സെൻസ് ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട ബിഹൈൻഡ് സെൻസേഷൻസ് എന്നൊരു ചാപ്റ്ററാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ 5 മേജർ സെൻസ് ഓർഗൻസ് പറയുന്നുണ്ട്. ഐസ്, ഇയർ, എന്താണ് നോസ്, ടങ്, സ്കിന്ന് പോലെയുള്ള 5 സെൻസ് ഓർഗൻസിനെ പറ്റിയും അവരുടെ കണക്ഷൻ വിത്ത് ബ്രെയിൻ, ഈ 5 സെൻസ് ഓർഗൻസും എങ്ങനെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയും.
അവിടെ ആദ്യം പഠിക്കേണ്ട ഐസ് ആണ്. എന്താണ് ഐയിൽ നമ്മൾ പഠിക്കേണ്ട ഏതൊക്കെയാണ്? ഐയുടെ പാർട്സ് ആണ് പഠിക്കേണ്ടത്. വിഷന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന സെൻസ് ഓർഗനാണ് ഏത്? ഐ. അവിടെ കോർണിയ, ഐറിസ്, പ്യൂപ്പിൾ, ലെൻസ്, റെറ്റിന, ഒപ്റ്റിക് നെർവ്, ഫങ്ഷൻ ഓഫ് എന്താണ് ഒപ്റ്റിക് നെർവ്, റോഡ് സെൽസ്, കോൺ സെൽസ്, റോൾ ഓഫ് ഇമേജ് ഫോർമേഷൻ, അങ്ങനെ ഇമേജ് ഫോർമേഷൻ എങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെയുള്ള ഈ ഒരു മൊത്തം ലെൻസിൻ്റെ ഫങ്ഷൻ എന്താണ്, ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഐസുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. അടുത്ത ഒരു ഏരിയ ആണ് ഇയർ. എന്താണ്? ഓർഗൻ ഓഫ് ഹിയറിംഗ് ആൻഡ് ബാലൻസ്. കേൾക്കാൻ നമ്മുടെ ബോഡിയുടെ ബാലൻസിന് വേണ്ടി സഹായിക്കുന്നതാണ് ഇയർ. അപ്പോൾ ഇയറിൽ നമ്മൾ പറയാനുള്ളത് എന്താണ്? ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. മൂന്നത്തെ എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, എക്സ്റ്റേണൽ ഇയർ, ഈ മിഡിൽ ഇയർ എന്താണ്? ഇൻറ്റേർണൽ ഇയർ. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള നോസ് ആണ്. എന്താണ്? നമ്മുടെ നോസ് എന്താണ്? നമുക്ക് സ്മെല്ലിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു സെൻസ് ഓർഗനാണ് ഇത് നോസ്. അവിടെ എന്തുണ്ട്? ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ നോസിൽ എന്തുണ്ട്? ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. നമ്മുടെ സ്മെല്ല് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു റിസപ്റ്ററാണ് ഇത്, ഓൾഫാക്ടറി റിസപ്റ്റർ. അത് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ നാക്കല്ലേ, ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ടങ്ക് അല്ലേ, ആ ടേസ്റ്റ് ബഡ്സ് ആണ് മെയിനായിട്ടും. ടങ്കിലുള്ള നോക്കിയ ടങ്കിൽ പല ഏരിയയിലും പല ടേസ്റ്റിനുള്ള ബഡ്സ് ആണ്. ബിറ്റർ, സോറ്, സോൾട്ട്, സ്വീറ്റ്, സോറ്, അങ്ങനെ പലതിനും പല ടേസ്റ്റിനും നമ്മുടെ ടങ്കിൽ എന്താണ്? പല ടേസ്റ്റ് ബഡ്സ് പല ഏരിയയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടേസ്റ്റ് സോൺസ് എന്നാണ് പറയുക. എന്താ വിളിക്കുക? ടേസ്റ്റ് സോൺസ്. അപ്പോൾ ടേസ്റ്റ് സോൺസിനെ പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെയുള്ള സ്കിന്നാണ്. നമ്മുടെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബോഡിയുടെ ടച്ച് സെൻസേഷന് സഹായിക്കുന്ന അല്ലേ, ലാർജസ്റ്റ് സെൻസ് ഓർഗൻ എന്ന് വിളിക്കുന്ന ആരെയാണ്? നമ്മുടെ സ്കിന്നിനെയാണ്. റിസപ്റ്റർ ഓഫ് പ്രഷർ, നമ്മുടെ പ്രഷറിനുള്ള പിന്നെ പെയിന്, ടെമ്പറേച്ചർ, വൈബ്രേഷൻ, ടച്ച്, ഇതിനൊക്കെ ഉള്ള റിസപ്റ്റേഴ്സ് എവിടെയുണ്ട്? നമ്മുടെ സ്കിന്നിലുണ്ട്. നമ്മൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് BSOയിൽ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ബയോളജിയിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കണം. നമ്മൾ ഈ പറഞ്ഞ ഓരോന്നിനെ പറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ് എടുക്കും. താങ്ക്